തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബി.ജെ.പി. സീൽ വന്ന സംഭവത്തിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ ബലിയാടാക്കി ഒഴിഞ്ഞുമാറാൻ കമ്മീഷന്റെ നീക്കം. ബി.ജെ.പിയുടെ സീൽ വെച്ച് കത്തയച്ചത് ഡെപ്യൂട്ടി സിഇഒ മിഷൽ സാഗർ ഭരത് IAS ആണ്. പിഴവ് കണ്ടെത്തി മാറ്റി ഉത്തരവിറക്കിയതും ഡെപ്യൂട്ടി സിഇഒ തന്നെയാണ്. എന്നിട്ടും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തത്. ഹാൻസ് ജോൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹാൻസ്, ഉന്നതരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത്. ഒരു നിസാരമായ ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോഴും എങ്ങനെ ഇത് സംഭവിച്ചു എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രുചീഷ്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബി.ജെ.പി. സീൽ വന്ന സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ കമ്മീഷൻ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം കഴിഞ്ഞ 18-ാം തീയതിയാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ കേരളത്തിന്റെ സീൽ വെച്ച ഒരു കത്ത് ഇവർ കൈമാറുകയും ചെയ്തു. പിന്നീട് ഈ കത്താണ് പിഴവ് മൂലം രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ചതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ശേഷം ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്നും അതിന്റെ ഭാഗമായി തന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ വീഴ്ച വരുത്തിയ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്യുന്നതുമായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പക്ഷേ ഇതിൽ മാത്രമല്ല ഈ സംഭവം ഒതുങ്ങുന്നത്. കാരണം ഈ കത്ത് അയക്കുന്നത് അഡീഷണൽ സിഇഒ, ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിലുള്ള അഡീഷണൽ സിഇഒ മിഷൽ സാഗർ ഭരത് IAS ആണ്. അദ്ദേഹത്തിനാണ് ഈ കത്ത് അയക്കുന്നതിന്റെ ചുമതല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഒപ്പം 20-ാം തീയതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നതിന് ശേഷം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പിഴവ് വരുത്തി എന്ന് കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ ഈ വിഷയം അറിയിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. പിന്നീട് ഇന്നലെ ഈ കത്ത് വലിയ രീതിയിലുള്ള വിവാദമായതിന് പിന്നാലെയാണ് ആ വിവാദം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ഈ അസിസ്റ്റന്റ് ഓഫീസറെ മാത്രം സസ്പെൻഡ് ചെയ്തത്. ഒപ്പം ഇത്ര വലിയ വീഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് യാതൊരു വിധത്തിലുള്ള കൂടുതൽ വിശദീകരണം നൽകാൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ഈ സമയം വരെയും ഇറക്കിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിയും തമ്മിൽ വലിയ രീതിയിലുള്ള അന്തർധാരയുണ്ട് എന്ന ആരോപണം രാജ്യത്തുടനീളം ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ നിന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്നിട്ട് പോലും ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ വിശദീകരണം ഈ സമയം വരെ തെരഞ്ഞെടുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതും വലിയ രീതിയിലുള്ള വീഴ്ചയാണ്. രുചീഷ്, ഹാൻസ്, അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കാരണം രാജ്യത്തുടനീളം ഇത്തരം ആരോപണങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും കേരളത്തിലെ പാർട്ടികൾ അത് വിജിലന്റായി നിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടിയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ബി.ജെ.പി. സീൽ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കത്ത് വരുന്ന ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്.